നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്ര പരിപാടിയിൽ പൂജാരിയിൽ നിന്ന് അയിത്തം നേരിട്ടതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. സ്വാതന്ത്ര്യം നേടി 76 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യയിൽ ജാതി വിവേചനം തുടരുന്നതായും മന്ത്രിക്ക് വിവേചനം നേരിടേണ്ടി വന്നത് പയ്യന്നൂർ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ വച്ച്. ഇത്തവണത്തെ ഒക്ടേവ് കലാശ്രേഷ്ഠ പുരസ്കാരം ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ 22-ന് സമ്മാനിക്കും. രാജ്യത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തടയുക, KCBയെ സംരക്ഷിക്കുക ആവശ്യവുമായി KCB വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. വാർത്തകൾ വിശദമായി. ക്ഷേത്രത്തിലെ പരിപാടിയിൽ പൂജാരിയിൽ നിന്ന് വിവേചനം നേരിട്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ചടങ്ങിൽ പൂജാരിമാർ വിളക്ക് കൊളുത്തിയ ശേഷം തനിക്ക് നൽകാതെ നിലത്ത് വയ്ക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിക്ക് വിവേചനം നേരിടേണ്ടി വന്നത് പയ്യന്നൂർ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ വച്ച്. കോട്ടയത്ത് നടന്ന ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. 2-3 മാസം മുമ്പ് ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് പോയി. ഇവിടെ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ക്ഷേത്രത്തിൽ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അവിടുത്തെ മെയിൻ പൂജാരി ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കത്തിക്കാൻ എനിക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി വരിക എന്ന് വെച്ച് ഞാനങ്ങനെ ഗമയിലൊന്നും നിന്നില്ല. എനിക്ക് പറയുകയാണ് നിങ്ങൾ. അങ്ങനെ വിളക്ക് കൊണ്ടുവന്ന് നേരെ ഇയാൾ എൻ്റെ കയ്യിൽ തരുന്നില്ല. നേരെ കൊണ്ടുവന്ന് വിളക്ക് അദ്ദേഹം കത്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ആചാരത്തിനെ തൊട്ട് കളിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നു. അയാൾ കത്തിച്ചു. അതിനുശേഷം അവിടുത്തെ സഹപൂജാരിക്ക് വീണ്ടും ഈ വിളക്ക് കൊടുത്ത് അയാളും കത്തിച്ചു. അയാൾ കത്തിച്ചപ്പോഴും ഞാൻ എൻ്റെ വിചാരം എന്താ വെച്ചാൽ എനിക്ക് തരുമെന്നാണ്. പിന്നെ തന്നില്ല. അപ്പോൾ അയാൾ വേഗം നിലത്ത് വെച്ചു. വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കത്തിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഞാൻ കത്തിക്കണോ എടുക്കണോ? ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. പണി നോക്കാൻ പറയുക മാത്രമല്ല, അപ്പം തന്നെ അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചു, ഞാൻ തരുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് അയിത്തമില്ല. ഉണ്ടോ? ഞാൻ തരുന്ന പൈസയ്ക്ക് അയിത്തമില്ല, എനിക്ക് അയിത്തമാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. പൈസയ്ക്ക് മാത്രം അയിത്തമില്ല കേട്ടോ. ഏത് പാവപ്പെട്ടവനും കൊടുക്കുന്ന പൈസയ്ക്ക് അവിടെ അയിത്തമില്ല. നമ്മളെ അയിത്തം കൽപ്പിക്കുക. ആ പൂജാരിയുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. 2 മാസം മുൻപ് ഉദ്ഘാടന പരിപാടിക്ക് പോയപ്പോഴായിരുന്നു സംഭവം. ഉദ്ഘാടന ചടങ്ങിൽ പൂജാരി വിളക്ക് കയ്യിൽ തന്നില്ലെന്നും പൂജാരി തന്നെ കത്തിക്കുകയായിരുന്നുവെന്നും കെ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി. ആചാരത്തിന്റെ ഭാഗമാണെന്ന് കരുതി മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവിടുത്തെ സഹപൂജാരിക്ക് വിളക്ക് കൊടുത്ത് അയാളും കത്തിച്ചു. അതിനുശേഷം തനിക്ക് തരുമെന്ന് വിചാരിച്ചിരുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ പൂജാരി വിളക്ക് നിലത്തുവെക്കുക മാത്രമാണ് ചെയ്തത്. ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനാണ് മന്ത്രിയെ ക്ഷണിച്ചതെങ്കിലും വിളക്ക് മന്ത്രിക്ക് കൈമാറാതെ പൂജാരിമാർ നിലത്ത് വെക്കുകയായിരുന്നു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബീന വിളക്ക് നിലത്തു നിന്നും എടുത്ത് മന്ത്രിയോട് ഭദ്രദീപം കൊളുത്താൻ അഭ്യർത്ഥിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ദീപം കൊളുത്താൻ തയ്യാറാകാതെ മന്ത്രി നിരസിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. കാടാച്ചിറ ഹൈസ്കൂൾ സ്റ്റോപ്പിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കമ്പിൽ തെരു സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പെരളശ്ശേരിയിൽ നിന്ന് കമ്പിൽ ഭാഗത്തേക്ക് പോകുന്ന ബൈക്കും കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കമ്പിൽ തെരു സ്വദേശിയായ വിഷ്ണുവിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ് മരണവും സംഭവിച്ചത്. സുഹൃത്തിനെ കൂട്ടി പെരളശ്ശേരി അമ്പലത്തിൽ ദർശനം കഴിഞ്ഞു മടങ്ങവേ കാടാച്ചിറ ഹൈസ്കൂൾ സ്റ്റോപ്പിന് സമീപം വെച്ചായിരുന്നു അപകടം നടന്നത്. കാലത്ത് 7 മണിക്ക് കുടുംബ സുഹൃത്തായ ഉദിത്തിനെ കൂട്ടി അമ്പലത്തിൽ എത്തിയതായിരുന്നു വിഷ്ണു. ഇരുവരും സമപ്രായക്കാരാണ്. രാവിലെ കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. മുന്നിലുണ്ടായിരുന്ന വണ്ടി നീങ്ങിയപ്പോൾ എതിരെ വന്ന ബസ് ബൈക്കിനിടിച്ച് പുറകിലിരുന്ന വിഷ്ണു റോഡിൽ വീണ് ബസ് തലയിൽ കൂടി കയറി ഇറങ്ങി തൽക്ഷണം മരണം സംഭവിച്ചു. പ്രകാശ് ഷജിന ദമ്പതികളുടെ മകനാണ് വിഷ്ണു. സഹോദരി അനാമിക. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ മഹിളാ വിംഗ് കൺവെൻഷൻ നടന്നു. ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയേർഡ് മേജർ ജനറൽ ടി പത്മിനി ഉദ്ഘാടനം ചെയ്തു.
പ്രോഗ്രാം വരുന്നുണ്ട്. അത് പറയുന്നത് ടൈം ബാങ്ക് എന്നാണ്. ടൈം ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിലും അത് ഏതൊക്കെ സ്ഥാപനമാണോ അവിടെ ഓരോരോ രജിസ്റ്റർ ഉണ്ട്. ആ സംസ്ഥയ്ക്ക് അകത്തുള്ള ആർക്കെങ്കിലും അസുഖമായാൽ 1-2 പേര് പോയി അവരെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഒരാൾ ഒരു 4 മണിക്കൂറാണെങ്കിൽ ആ 4 മണിക്കൂർ നേരം ഈ ബുക്കിനകത്ത് രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തപ്പെടുന്നു. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ആ പോകുന്നയാൾ അസുഖം വരികയാണെങ്കിൽ അവരിപ്പോൾ ഒരു 20-24 മണിക്കൂർ ഒരാളെ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് അത്രയും മണിക്കൂറിലെങ്കിലും അവരെ ബാക്കിയുള്ളവർ സഹായിക്കണം എന്നുള്ളതാണ് ഈ ടൈം ബാങ്ക് പ്രസ്ഥാനത്തിന്റെ കാതൽ. ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശാന്തമ്മ അധ്യക്ഷത വഹിച്ചു. KSESL ജില്ലാ പ്രസിഡന്റ് PK പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. C സുരേന്ദ്രൻ, വത്സരാജ് മടയമ്പത്ത്, രാധാമണി രാഘവൻ, ജാനകി കൃഷ്ണൻ, ഭാനുമതി കേണൽ, സലോമി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തിൽ കണ്ണൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിലെ അഡ്വക്കേറ്റ് ജിജോ മാത്യു ക്ലാസ് എടുത്തു. ഉപരിപഠനത്തിനായി മണിപ്പൂരിലെ വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ച് കണ്ണൂർ സർവകലാശാലയിൽ എത്തി. വംശീയ കലാപത്തിന്റെ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി കണ്ണൂർ സർവകലാശാലയിലെത്തിയത് ചൊവ്വാഴ്ച രാവിലെ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല സ്വീകരണം നൽകി. കലാപത്തിന്റെ സാഹചര്യത്തിൽ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാക്കാനായി പ്രത്യേകം സീറ്റുകൾ അനുവദിക്കാൻ ജൂലൈ 7 രാവിലെ താവക്കരയിൽ വച്ച് ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. മണിപ്പൂരിലെ വിദ്യാർത്ഥി സംഘടനകളുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു തീരുമാനം. തുടർ വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ടായിട്ടും പഠനം സാധ്യമാകാത്ത വിദ്യാർത്ഥികൾക്കാണ് സർവകലാശാല സീറ്റുകൾ അനുവദിക്കുന്നത്. വിവിധ വിഷയങ്ങളിലായി മണിപ്പൂരിൽ നിന്നുള്ള 13 വിദ്യാർത്ഥികളാണ് ആദ്യ ദിവസം സർവകലാശാലയിൽ എത്തിയത്. വിവിധ പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ സർവകലാശാലയിലേക്ക് എത്തും. പഠനം പാതിവഴിയിൽ മുടങ്ങിപ്പോയവർക്കും പഠനം തുടരാൻ ആവശ്യമായ സൗകര്യങ്ങൾ സർവകലാശാല ഒരുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ താമസ സൗകര്യവും സാമ്പത്തിക സഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജമാക്കുമെന്നും കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ അറിയിച്ചു. അപ്പം അവിടെ നിന്ന് ഇപ്പം ഈ കുട്ടികളുടെ കയ്യിൽ ഒന്നുമില്ല. ഇവർക്ക് തിരിച്ച് അവരുടെ ഇംഫാലിൽ വരുന്ന കുട്ടികളുടെ വീട്ടില്ല, ഒന്നുമില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഞങ്ങളൊരു അണ്ടർടേക്കിംഗ് വാങ്ങിയിട്ടുണ്ട്. ഇവരെ പ്രോഗ്രാം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നിലവിലെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ സർവകലാശാലയിലെ പഠനം പൂർത്തിയാകുന്നതുവരെ സമയം നൽകും. നിലവിൽ രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേത്ര പരിപാടിയിൽ പൂജാരിയിൽ നിന്ന് അയിത്തം നേരിട്ടതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. സ്വാതന്ത്ര്യം നേടി 76 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യയിൽ ജാതി വിവേചനം തുടരുന്നതായും മന്ത്രിക്ക് വിവേചനം നേരിടേണ്ടി വന്നത് പയ്യന്നൂർ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ വച്ച്. ഇത്തവണത്തെ ഒക്ടേവ് കലാശ്രേഷ്ഠ പുരസ്കാരം ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ 22 സമ്മാനിക്കും. രാജ്യത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തടയുക, KCBയെ സംരക്ഷിക്കുക. ആവശ്യവുമായി KCB വർക്കേഴ്സ് അസോസിയേഷൻ. ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം
കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. ചെറുകുന്ന് CK പണിക്കർ ഭാഗവതർ സ്മാരക ട്രസ്റ്റ് ഒക്ടേവ് കലാശ്രേഷ്ഠ പുരസ്കാരം ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. പ്രമുഖ നാടക പ്രവർത്തകനായ രാജ്മോഹൻ നീലേശ്വരം, ഹരിദാസ് കണ്ണൂർ, പ്രകാശ് ചെങ്ങൽ എന്നിവരടങ്ങുന്ന വിദഗ്ധ സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ സ്വാഗതമാണ് കമ്പോസ് ചെയ്ത് ഞാനാണ്. അങ്ങനെ തീരുമാനം വന്നപ്പോൾ ഒരുപാട് രചനകൾ ആവശ്യപ്പെടുകയും ഒട്ടനവധി പാട്ടുകൾ എഴുതി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്തത് മഹാകവി കുട്ടമത്തിന്റെ പുരോഗനായ മണികണ്ഠദാസന്റെ കാസർഗോഡിലെ കലാ സാംസ്കാരിക എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രചനയായിരുന്നു. ചെയ്യാമർത്ഥമുണ്ട്. അങ്ങനെ നല്ലൊരു അഭിപ്രായമായിരുന്നു ആ സോങ്ങിന് വന്നത്. ആ സോങ് ചിട്ടപ്പെടുത്തിയത് ഞാനാണ്. അത് പാടിപ്പിച്ചത് 60ാം പിറന്നാളായതുകൊണ്ട് 60 അധ്യാപകന്മാരെ വെച്ചിട്ടാണ് അത് പാടിച്ചത്. 1 or 2 സംഗീത അധ്യാപകന്മാരുമാണ്. ബാക്കി എല്ലാവരും മറ്റു പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകന്മാരാണ്.
സെപ്റ്റംബർ 22 വെള്ളിയാഴ്ച രാവിലെ 10 കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ച് നടക്കുന്ന ഒക്ടേവ് വാർഷിക കുടുംബ സംഗമ പരിപാടിയിൽ വെച്ച് 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി ശ്രീകൃഷ്ണൻ നടുവലത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ വിരമിച്ച അധ്യാപകർക്കുള്ള ആദരിക്കൽ ചടങ്ങും ഒക്ടേവിന്റെ ഗാനമേളയും പരിപാടിയുടെ ഭാഗമായി നടക്കും. പത്രസമ്മേളനത്തിൽ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ, രവി പി, സൈജു KV, സതീഷ് കുമാർ PM തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങളിൽ അടിയന്തരമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് യൂണിവേഴ്സിറ്റി ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ സിലബസ് വിഷയങ്ങളിൽ അടിയന്തരമായി പരിഹാരം കാണുക, പ്രൊഫഷണൽ കോഴ്സുകളുടെ തൊഴിൽ സാധ്യത അംഗീകാരം എന്ന് ഉറപ്പുവരുത്തുക, PhD വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ്, ജില്ലാ സെക്രട്ടറി PS സജീവ്, ആര്യ രാജീവൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കണ്ണൂരിലെ പ്രമുഖ വ്യവസായിയും ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റുമായ മഹേഷ് ചന്ദ്ര ബാലികയുടെ മകൾ ശിവാനി ബാലിക വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ശിവാനി. സഹപാഠിക്കൊപ്പം കഴിഞ്ഞ 17 ബൈക്കിൽ പോകുമ്പോൾ ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു. മണിപ്പാൽ സർവകലാശാല വിദ്യാർത്ഥിനിയായിരുന്നു. സഹപാഠിക്കൊപ്പം കഴിഞ്ഞ 17 ബൈക്കിൽ പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളായ ഇരുവരെയും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് മംഗലൂരു KMC ആശുപത്രിയിലെത്തിച്ചു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരണപ്പെട്ടത്. ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമായ ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തുകടന്നു. ലക്ഷ്യസ്ഥാനമായ നിർദ്ദിഷ്ട 1ാം ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഭ്രമണപഥം മാറ്റുന്ന ഇൻസേഷൻ ദൗത്യം വിജയകരമായെന്ന് ISRO സ്ഥിരീകരിച്ചു. പേടകം 110 ദിവസം കൊണ്ടാണ് സൂര്യന്റെ L1 ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിൽ എത്തുക. ഭൂമിക്ക് ചുറ്റുമുള്ള കണികകളുടെ സ്വഭാവം വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ പേടകം ആരംഭിച്ചതായി ISRO അറിയിച്ചു. പേടകം ലക്ഷ്യസ്ഥാനത്തെത്തിയാലും പഠനങ്ങൾ തുടരും. സൗരവാതത്തിന്റെയും ബഹിരാകാശ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെയും ഉദ്ഭവവും അവയെക്കുറിച്ചുള്ള പഠനവും നടത്താൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കും. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കണ്ണൂർ ജില്ലാ പ്രവർത്തക യോഗം സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. KCB WA CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി S ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ തന്നെ വിറ്റുതുലച്ചുകൊണ്ട് പൊതുമേഖല എന്ന് പറയുന്നത് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടയ്ക്കാണ് നിൽക്കുന്നത്. പൊതുമേഖലയുടെ ഔദാര്യമായി രാജ്യത്ത് ഉദയം ചെയ്തതായിരുന്നില്ല. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രൂപം കൊണ്ട ദേശീയ ഗവൺമെന്റിന്റെ നേതാക്കന്മാരാണ് തീരുമാനിച്ചത് രാഷ്ട്രം ഒരു കാർഷിക പിന്നോക്ക രാഷ്ട്രമായ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വ്യാവസായിക പുരോഗതിയും ശാസ്ത്ര പുരോഗതിയും വരേണ്ടതുണ്ട്. രാജ്യത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും വൈദ്യുതി മേഖല പൊതുമേഖലയിൽ സംരക്ഷിക്കണമെന്നും KSCB വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. KSCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന ഭാരവാഹി ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രഘുനാഥൻ, രാജേഷ് മണാട്ട്, സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ആശങ്ക അകലുന്നു. 49 ഫലങ്ങൾ കൂടി നെഗറ്റീവായി. പുതിയ പോസിറ്റീവ് കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഹൈ റിസ്ക് ലിസ്റ്റിലുള്ള 2 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. അവസാന രോഗിയുമായി സമ്പർക്കം പുലർത്തിയവർക്കാണ് രോഗലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ ആരോഗ്യ പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വവ്വാലുകളിൽ നിന്നും ശേഖരിച്ച 14 സാമ്പിളുകളും നെഗറ്റീവാണ്. ഇവ വീണ്ടും പരിശോധിക്കും. ഇന്നലെ പുറത്തുവന്ന 71 സാമ്പിളുകളുടെ ഫലവും നെഗറ്റീവാണ്. രോഗബാധയെ തുടർന്ന് ആദ്യം കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച വടകര താലൂക്കിലെ 9 പഞ്ചായത്തുകളിലെ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ കൺട്രോൾ റൂമിലെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ചിരുന്നു. ആദ്യ രോഗിക്ക് നിപ ബാധയേറ്റത് സമീപ പ്രദേശങ്ങളിൽ നിന്നു തന്നെയെന്ന് കണ്ടെത്തൽ. നിപ ബാധിച്ചു മരിച്ച മരുതോങ്കര പഞ്ചായത്തിലെ കള്ളാട് സ്വദേശിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയിലാണ് അദ്ദേഹത്തിന് വൈറസ് ബാധയുണ്ടായത് സമീപ പ്രദേശങ്ങളിൽ നിന്നാണെന്ന് തെളിഞ്ഞത്. സ്വർണം വെള്ളി നിരക്ക്
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5520 രൂപ, പവന് 44,160 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാത്തവർക്ക് തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴി ആധാർ സീഡ് ചെയ്ത് അക്കൗണ്ട് തുടങ്ങാൻ അവസരം. സെപ്റ്റംബർ 30-ന് മുമ്പായി പോസ്റ്റ് ഓഫീസുകൾ വഴി ആധാർ സീഡ് ചെയ്ത് ഒക്ടോബറിൽ വിതരണം ചെയ്യുന്ന ആദ്യത്തെ ഗഡുവും മുടങ്ങിയ ഗഡുക്കളും കർഷകർക്ക് ലഭിക്കും. വഖഫ് അദാലത്ത് 21-ന് കണ്ണൂരിൽ. സംസ്ഥാന വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വഖഫ് സ്ഥാപനങ്ങളുടെ കുടിശ്ശിക സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വഖഫ് അദാലത്ത് സെപ്റ്റംബർ 21-ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ അദാലത്ത് ഉദ്ഘാടനം ചെയ്യും. JFID തത്സമയ പ്രവേശനം. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഈ അധ്യയന വർഷത്തെ ദ്വിവത്സര കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. ഒഴിവുകളിലേക്കുള്ള തത്സമയ പ്രവേശനം സെപ്റ്റംബർ 21-ന് തൊട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കും. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ 9:30 മുതൽ 11 മണി വരെ രജിസ്റ്റർ ചെയ്യണം. മതിയായ അപേക്ഷകർ ഇല്ലെങ്കിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാത്തവരെയും പരിഗണിക്കും. പട്ടയ കേസുകളുടെ വിചാരണ മാറ്റി. കളക്ട്രേറ്റിൽ സെപ്റ്റംബർ 20-ന് നടത്താനിരുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയ കേസുകളിലെ വിചാരണ ഒക്ടോബർ 19-ലേക്ക് മാറ്റിയതായി RR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് വീഡിയോ നിർമ്മാണ മത്സരം നടക്കുന്നു. മത്സരാർത്ഥികൾ മാനസികാരോഗ്യം ഒരു സാർവത്രിക മനുഷ്യ അവകാശമാണ് എന്ന വിഷയത്തിൽ 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഒക്ടോബർ 3-നകം dmhp@gmail.com എന്ന മെയിലിൽ അയക്കണം. 1-ാം സമ്മാനത്തിന് 3000 രൂപയും 2-ാം സമ്മാനത്തിന് 2000 രൂപയും 3-ാം സമ്മാനത്തിന് 1000 രൂപയും ലഭിക്കും. കൂടാതെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങളിൽ അവബോധം നൽകുന്നതിനായി വീഡിയോ ഉപയോഗിക്കും. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് 2023 മെയ് 19-ന് PSC നടത്തിയ OMR ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് 2023 മാർച്ച് 11-ന് നടത്തിയ ഓൺലൈൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. ഹിന്ദി ട്രെയിനിങ്ങിന് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അധ്യാപക കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ 2ാം ഭാഷ ഹിന്ദിയിലുള്ള +2 അല്ലെങ്കിൽ ഹിന്ദി BA പാസ്സായവരായിരിക്കണം. +2 2ാം ഭാഷ ഹിന്ദി എടുക്കാത്തവർ ഹിന്ദി പ്രചാര സഭകളുടെ അംഗീകൃത ഹിന്ദി കോഴ്സ് ജയിച്ചിരിക്കണം. പ്രായപരിധി 17-നും 35-നും ഇടയിൽ. PG സീറ്റ് ഒഴിവ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ MA ഇംഗ്ലീഷ്, MA ഡെവലപ്മെന്റ് എക്കണോമിക്സ്, MCOM ഫിനാൻസ്, MSc ഇലക്ട്രോണിക്സ് എന്നീ കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 20-ന് 4 മണിക്ക് മുമ്പായി കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 9497109689. പോത്ത് വളർത്തൽ പരിശീലനം. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 25-ന് പോത്ത് വളർത്തലിൽ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ള കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ കർഷകർ സെപ്റ്റംബർ 23-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 04972763 കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 2 ദിവസം പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ ഒഡീഷ, തെക്കൻ ജാർഖണ്ഡിന് മുകളിലൂടെ നീങ്ങാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം മിതമായ അഥവാ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ക്ഷേത്ര പരിപാടിയിൽ പൂജാരിയിൽ നിന്ന് അയിത്തം നേരിട്ടതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. സ്വാതന്ത്ര്യം നേടി 76 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യയിൽ ജാതി വിവേചനം തുടരുന്നതായും മന്ത്രിക്ക് വിവേചനം നേരിടേണ്ടി വന്നത് പയ്യന്നൂർ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ വച്ച്. ഇത്തവണത്തെ ഒക്ടേവ് കലാശ്രേഷ്ഠ പുരസ്കാരം ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ 22-ന് സമ്മാനിക്കും. രാജ്യത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തടയുക, KCBയെ സംരക്ഷിക്കുക. ആവശ്യവുമായി KCB വർക്കേഴ്സ് അസോസിയേഷൻ. ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.